ഒരു പെർഫ്യൂം സൂപ്പർ ഹിറ്റായി മാറുക, അത് ഓരോ പെർഫ്യൂം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന രീതിയിലായിരിക്കും ഒരു പെർഫ്യൂം രൂപപ്പെടുക, അല്ലേ? പാക്കോ റബാനെ ഇവിക്ടസ് അക്വ 2016 ലോഞ്ച് ചെയ്തപ്പോഴും അവർ വിചാരിച്ചിരുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇത്രയധികം ഹിറ്റാവുമെന്ന്. പക്ഷേ ആ പോയ വഴികളിൽ, ആ നടന്ന കാലയളവിൽ കുറേ അധികം റെഗുലേഷൻസും എല്ലാം മാറിയതുകൊണ്ടാകാം 2018 ഇൻവിക്ടസ് അക്വ 2016 വേർഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. പക്ഷേ ആ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ട പെർഫ്യൂം വേറൊരു പെർഫ്യൂമിൻ്റെ പിറവിക്കും അതിൻ്റെ തലവര മാറ്റി എഴുതാനും ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. പറഞ്ഞു വന്നത് റസാസിയുടെ ഹവാസ് ഐസിനെ പറ്റിയാണ്. ഹവാസ് ഐസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 2023 ലോഞ്ച് ചെയ്തത് മുതൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള പെർഫ്യൂമാണ്. ഹവാസ് ഫ്ലാങ്കേഴ്സ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഈ പറഞ്ഞ ഹവാസ് ഐസ് എന്ന് പറയുന്ന ഈ ഒരു പെർഫ്യൂം തന്നെയായിരിക്കണം. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇൻവിക്ടസ് അക്വ 2016 വേർഷനെ റസാസി ഹവാസ് ഐസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? ആറ്റമൈസർ ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറ്റമൈസർ. ആപ്പിൾ, ലെമൺ, ബെർഗമുട്ട്, പിന്നെ നമ്മളെ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാർ അനീസ് ഇല്ലേ, ആ നക്ഷത്രത്തിൻ്റെ സിമ്പലിൽ വരുന്ന അതിൻ്റെ മണം അടിപൊളിയായിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. എവിടെയൊക്കെയോ കാർഡമം കിട്ടുന്നുണ്ട്, എവിടെയൊക്കെയോ ഓറഞ്ച് ബ്ലോസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എവിടെയൊക്കെയോ മസ്ക് ഉണ്ട്, നമ്മളെ ഓക്ക് മോസ് ഇല്ലേ, മോസ്, അതിൻ്റെ മണമൊക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. അറിയാം, ഫ്രഷ് ഫ്രാഗ്രൻസിൻ്റെ ലാസ്റ്റിംഗ് ഒക്കെ എപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹവാസിന് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 6 to 8 hours ലാസ്റ്റിംഗ് ഉണ്ട്, ഒരു 2 to 3 hours വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്ഷനും ഉണ്ട്. ഇൻവിക്ടസ് അക്വയും ഇത് തന്നെയായിരുന്നു, സെയിം തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ 2 to 3 hours പ്രൊജക്ഷനും ഒരു 8 hours ലാസ്റ്റിംഗുമാണ് ഉള്ളത്. സോ ദിസ് ടൈം ഹവാസ് ഐസ്. നെക്സ്റ്റ് ടൈം പുതിയൊരു പെർഫ്യൂമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.